ഹായ് ഓൾ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെഷ് ഇക്വേഷൻസ് അല്ലെങ്കിൽ KVL ഇക്വേഷൻസ്, കപ്പിൾഡ് സർക്യൂട്ട്സിൻ്റെ KVL ഇക്വേഷൻസ് എങ്ങനെ ഉണ്ടാക്കുക, ഡിപ്പെൻഡൻറ്റ് സോഴ്സിൻ്റെ ഫോമിൽ എങ്ങനെയാണ് സർക്യൂട്ട്സ് ഉണ്ടാക്കുക എന്നൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ദ വോൾട്ടേജ് V1 ആൻഡ് VT. അപ്പോൾ ഇതിൽ നമുക്ക് ഡയറക്റ്റ് V1ഉം V2ഉം കണ്ടുപിടിക്കണം. മെഷ് ഇക്വേഷൻസ് ആക്കിയാൽ മാത്രം പോരാ. അപ്പോൾ ഫസ്റ്റ് സർക്യൂട്ടിൽ കറണ്ട് തന്നിട്ടുണ്ട്. കറണ്ട് സോഴ്സ് എന്താണ്? I1 = 5e⁻t ആംപിയർ. അതുപോലെ തന്നെ എഴുതി നമ്മൾ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ. ഇനി നമ്മൾ ഇൻഡക്ടറിനാണ് മെയിനായിട്ട് വരുന്നത്. ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്, ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്. അപ്പം അല്ല, കറണ്ട് ഡയറക്ഷൻ മുകളിലോട്ട് തന്നുകൊണ്ട് ഇവിടെ എൻ്റർ ചെയ്യുന്ന പോയിന്റിലാണ് ഡോട്ട് ഉള്ളത് അല്ലേ. ഇവിടെയും കറണ്ട് ഇങ്ങോട്ട് എൻട്രി ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. രണ്ട് കേസിലും കറണ്ട് എൻട്രി ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ I3യുടെ ഡയറക്ഷൻ തന്നിട്ടുമുണ്ട്, ഇങ്ങോട്ടാണ് I3 തന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് കേസിലും കറണ്ട് എൻട്രി ചെയ്യുന്ന പോയിന്റിലാണ് ഡോട്ട്സ് ഉള്ളത്. അതുകൊണ്ട് തമ്മിലുണ്ടാകുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഫ്ലക്സ് എയ്ഡിങ് ആയിരിക്കും. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M2 ഹെൻറിയും തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലിന് പകരം ഓരോന്നിനും കറക്റ്റ് വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് സോഴ്സ് അതുപോലെ വരച്ചു, ഇൻഡക്ടർ 3 ഹെൻറി അതുപോലെ എഴുതി. ഇനി അതിനുണ്ടാവുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കൊണ്ട് ഉണ്ടാകുന്നത് M ഇൻറ്റു എന്താണ്, ഇതുവഴിയുള്ള കറണ്ട് ഇതാണ് I3 അല്ലേ, I2 എന്നുള്ള കറണ്ട്, സോറി I3 എന്നുള്ള M di3/dt എന്നുള്ളതായിരിക്കും ഇവിടെ ആഡ് ചെയ്യുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന വോൾട്ടേജ്. അപ്പോൾ എമ്മിന് പകരം 2 ഇട്ട് കഴിഞ്ഞാൽ 2 di3/dt പ്ലസ് മൈനസിന് പൊളാരിറ്റി കൊടുത്തു. കാരണം മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കൊണ്ടുണ്ടാകുന്നത് എപ്പോഴും ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന രീതിയിലാണുള്ളത്. അതുകൊണ്ട് അങ്ങനെ പ്ലസ് കൊടുത്തു. ഓക്കെ, ഇനി ഈ കറണ്ട് സോഴ്സ് ഇതുപോലെ തന്നെ കൊടുത്ത് ഇവിടെ 5 ഹെൻറി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് M ഇൻറ്റു di1, ഇതിലൂടെയുള്ള കറണ്ട് I1 അല്ലേ. അപ്പം T ഇൻറ്റു I1/dt, എമ്മിന് പകരം 2 di1/dt എന്നും കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇനി നമ്മൾ KVL അല്ല അപ്ലൈ ചെയ്തിരിക്കുന്നത് അല്ലേ, KCL അപ്ലൈ ചെയ്യും, അതുപോലെ KVL അപ്ലൈ ചെയ്യും. രണ്ടും അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട വോൾട്ടേജ് സോഴ്സ് V1ഉം V2ഉം കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ I3 = നമ്മുടെ ഈ ഒരു പോയിന്റിൽ KCL അപ്ലൈ ചെയ്തു. I3 ഇങ്ങോട്ട് പോകുന്ന I3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടേക്ക് വരുന്ന I1 + I2 ആയിരിക്കും അല്ലേ. അപ്പോൾ 5e⁻t + 10e⁻t, ദാറ്റ് ഈസ് 15e⁻t ആംപിയർ ആയിരിക്കും I3 ഉണ്ടാവുക. ഇനി V1 KVL അപ്ലൈ ചെയ്താൽ V1 = 3 ഇൻറ്റു ദാറ്റ് ഈസ് L di/dt അല്ലേ വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്ടർ. അപ്പോൾ Lന് പകരം 3 ഇൻറ്റു di1/dt പ്ലസ് ഇവിടെ 2 ഇൻറ്റു di3/dt ഈസ് ഈക്വൽ ടു എന്താണ്, വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു I1നെ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? I1 = 5e⁻t. അപ്പം I1ന് പകരം നമ്മൾ വാല്യൂസ് ഡയറക്റ്റ് കൊടുത്തു. 3 ഇൻറ്റു d/dt ഓഫ് 5e⁻t പ്ലസ് 2 ഇൻറ്റു d/dt ഓഫ് 15e⁻t കൊടുത്തു. അപ്പം ഡെറിവേറ്റീവ് ഓഫ് e⁻t എന്തായിരിക്കും? e⁻t തന്നെയാണ്. അതുകൊണ്ട് -e⁻t എന്ന് വരും അല്ല. 3 ഇൻറ്റു 5 15e⁻t വരും. അതുപോലെ 2 ഇൻറ്റു 5 30e⁻t വരും അല്ലേ. അപ്പോൾ e⁻tയുടെ ഇൻ്റഗ്രൽ e⁻t ഇൻറ്റു -1 വരും അല്ലേ. -tയുടേത് -1 ആയതുകൊണ്ട്. ഓക്കെ, അപ്പം -45 ഇൻറ്റു e⁻t വോൾട്ടാണ് V1. അപ്പോൾ ഇനി V2ൽ എന്ത് ചെയ്യും? V2 കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ഇക്വേഷൻ 5 ഇൻറ്റു di3/dt പ്ലസ് 2 ഇൻറ്റു di1/dt ഈസ് ഈക്വൽ ടു, അതാണ് V2 എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ V2 എന്ത് ചെയ്തു? തന്നിട്ടുണ്ട്. കാരണം V1 എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഇൻഡക്ടറിന് അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ്, അതുപോലെ V2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻഡക്ടറിന് അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ്. അപ്പോൾ V2 = 5 ഇൻറ്റു di3, ഇതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന EMF പ്ലസ്
2di1/dt ഇതിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന EMF. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ -85 × (-t) വോൾട്ട് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് വോൾട്ടേജസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ വേറൊരു കേസാണ് V1ഉം V2ഉം കണ്ടുപിടിക്കേണ്ടത്. സെയിം തന്നെയാണ്, ബട്ട് I1ൻ്റെ വാല്യൂ മാത്രം മാറ്റമുണ്ട്, അത്രേ ഉള്ളൂ അല്ലേ. I1ൻ്റെ I2ൻ്റെ വാല്യൂ മാത്രം മാറ്റമുണ്ട്, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. 200ക്കും 400 ആണ്. ഇവിടെ 3ഉം 5ഉം ആണ്, ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. അപ്പോൾ ഇനി കാൽക്കുലേറ്റ് ദി കറണ്ട് I2 of t ഇൻ ദി കപ്പിൾഡ് സർക്യൂട്ട്. വേറൊരു പ്രോബ്ലം നോക്കാം. എന്താണ് ദി ഇക്വലന്റ് സർക്യൂട്ട് ഇൻ ടേംസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് സോഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിനെ I2 of t ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ഒരു കറണ്ട് I2 of t ആണ് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ I2 of t കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് KVL അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്തിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇക്വലന്റ് സർക്യൂട്ട് വരച്ചു ഇൻ ടേംസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് സോഴ്സ്. അപ്പോൾ ഇതിൽ 13 sin t ഇതാണ് നമ്മുടെ വോൾട്ടേജ് സോഴ്സ്. അതുപോലെ തന്നെ I1 of t ഉണ്ട് 0.2 ഹെൻറി. അപ്പോൾ 0.2 ഹെൻറി ആണ് അതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ്. ഇനി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണ് ഇതിൽ നോക്കാം. ഇതിൽ പ്ലസ് മൈനസ്, അപ്പോൾ കറണ്ട് ഡയറക്ഷൻ തന്നിട്ടുണ്ട്. എൻട്രിങ്ങിലാണ് ഡോട്ടുള്ളത്, ഇവിടെ ലീവിങ്ങിലാണ് ഡോട്ടുള്ളത്. അപ്പം മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആഡ് അല്ല ചെയ്യുന്നത്, ഓപ്പോസാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഇവിടെ മൈനസ് പ്ലസ് ആയിരിക്കും പൊളാരിറ്റി വരിക, മൈനസ് പ്ലസ്. ഇൻ കേസ് ആഡ് ചെയ്യുകയാണെങ്കിൽ പ്ലസ് മൈനസിലായിരിക്കും നമ്മൾ വരച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ ഓപ്പോസ് ചെയ്യുന്നതുകൊണ്ടാണ് രണ്ട് കേസിൽ മൈനസ് പ്ലസ് നമ്മളെ പൊളാരിറ്റി ഡിപ്പെൻഡൻറ്റ് സോഴ്സിന് കൊടുക്കുന്നത്. ദർഫോർ എന്താണ് 0.2 എഴുതി. അതുപോലെ ഇനി എന്താണ് M1 മ്യൂച്വൽ ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട് 0.1 ഹെൻറി. ദർഫോർ M × di2 ഇതുവഴി ഇതിലുള്ള കറണ്ട് I2 ദറ്റ് ഈസ് di2/dt. അതുപോലെ ഇവിടെ 0.1 × di1/dt. ഇനി ഇതിൽ KVL അപ്ലൈ ചെയ്തു ഈ ഒരു മെഷിൽ. അപ്പോൾ 30 sin t മൈനസ് 0.2 × di1/dt പ്ലസ് 0.1 × di2/dt = 0. ഫസ്റ്റ് മെഷ് ഇക്വേഷൻ കിട്ടി. സെക്കൻഡ് മെഷ് ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 0.2 × di2/dt പ്ലസ് 0.1 × di1/dt. ഏതാ 0.2 ഇത് 0.2 × di2/dt അല്ലേ, അതാണ് അതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന വോൾട്ടേജ്. ഇനി 0.1 × di1/dt അതാണ് അതിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന വോൾട്ടേജ്. ഈസ് ഈക്വൽ ടു 0 അല്ലേ, ദാറ്റ് ഈസ് di1/dt = 2 × di2/dt. അപ്പോൾ നേരത്തെ ഇക്വേഷനിൽ നമ്മൾ di1/dtക്ക് പകരം 2 × di2/dt എന്ന് എഴുതി, എന്നിട്ട് ആഡ് ചെയ്തു. അപ്പം 0.3 × di2/dt = 30 sin t എന്ന് കിട്ടി. ദർഫോർ di2/dt 100 sin t എന്ന് കിട്ടി. ദർഫോർ di2 = 100 sin t × dt എന്ന് കിട്ടി. അപ്പം di2 കിട്ടിക്കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ കിട്ടി. ദർഫോർ I2 of t = 100 × (0 to t sin t dt). അപ്പോൾ 0 sin t ഉള്ളത് cos t ആണ്, മൈനസ് cos t ആണ്. അപ്പോൾ അതിന് 0യും tയും ലിമിറ്റ് കൊടുക്കും. ദർഫോർ 100 × 1 - cos t ആണ് I2 of t വരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഫൈൻഡ് ദ വോൾട്ടേജ് V2 ഇൻ ദി സർക്യൂട്ട് ഷോൺ. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലുള്ള എന്താണ് വോൾട്ടേജ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ ഇതിനെ ഇക്വലന്റ് സർക്യൂട്ടിലേക്ക് വരച്ചു. കറണ്ട് എൻ്റർ ചെയ്യുന്ന പോയിൻ്റാണ്, ഇവിടെ കറണ്ട് ലീവ് ചെയ്യുന്ന പോയിൻ്റാണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കറണ്ട് ഇതുവഴിയാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റർ ചെയ്യുന്ന സ്റ്റാർട്ടിങ് പോയിന്റിലാണ് എൻ്റർ, അപ്പോൾ അതുകൊണ്ടാണ് പ്ലസ് ഇവിടെ ഡോട്ട് വരുന്നത്. ഇവിടെ കറണ്ട് ഇങ്ങനെ പൊളാരിറ്റി തന്നിട്ടുള്ളത്, അതായത് ആക്ച്വലി ഇങ്ങനെയാണ് വരുന്നത്. അപ്പം കറണ്ട് ലീവ് ചെയ്യുന്ന പോയിന്റിലാണ്. അപ്പം മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്തായിരിക്കും, ഓപ്പോസിങ് ആയിരിക്കും, ദർഫോർ മൈനസ് പൊളാരിറ്റിയിലായിരിക്കും മാർക്ക് ചെയ്യുക. അതാണ് മൈനസ് പ്ലസ് J2I2 മൈനസ് പ്ലസ് J2I2 മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പോളാർ ഫോം നമ്മൾ എഴുതി 5 ∠0 2 ohm J4 തന്നിട്ടുള്ളത് അല്ലേ, J4 ohm. ഇവിടെ J2 ohm ×
I2 J2 ഓം ഇൻറ്റു I2, അതുപോലെ J3 ഓം, ഇവിടെ J2 ഇൻറ്റു I1 തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ KVL 2 KVL എഴുതി, എന്നിട്ട് അതിനെ മാട്രിക്സ് ഫോമിൽ എഴുതി ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് സോൾവ് ചെയ്തു. ക്രാമേഴ്സ് റൂൾ തന്നെ വെക്കണമെന്നില്ല, ഡയറക്റ്റ് കാൽക്കുലേറ്റർ അടിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ V2 = ഈ ഒരു രീതിയിലായിരിക്കും ആൻസർ കിട്ടുക അല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു കേസും ഇതുപോലെ തന്നെ വരും. കാണേണ്ടത് V2/V1 ആണ്. അപ്പം നിങ്ങളത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഹോംവർക്കായിട്ട് നോക്കാം. ഓക്കെ, എന്താണ് ഫൈൻഡ് ഫോർ ദി കപ്പിൾഡ് സർക്യൂട്ട് ഫൈൻഡ് ദി ഇൻപുട്ട് ഇമ്പിഡൻസ്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ എന്താണ് ചെയ്തിരിക്കുന്നത്, സെയിം തന്നെ ഇൻഡക്റ്റൻസിനെ മാറ്റിയിട്ട് വോൾട്ടേജ് സോഴ്സും 2 ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് മെഷ് 1 KVL, മെഷ് 2 KVL അപ്ലൈ ചെയ്തു. എന്നിട്ട് V1 എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ഇൻപുട്ട് ഇമ്പിഡൻസ്. ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് V1 ആണ്, ഇൻപുട്ട് കറണ്ട് I1 ആണ്. therefore Z1 = V1/I1 ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് സോൾവ് ചെയ്യാം. ഒരു പ്രോബ്ലംസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡിറ്റർമൈൻ ദി മെഷ് കറണ്ട് I3 ഏതാണ് I3? ഈ ഒരു കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ I3 കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരക്കാം. അപ്പോൾ ഇതിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വരുന്നത് ഒന്ന് ഈ ഒരു കേസിലാണ്. ഈ ഒരു കേസിൽ മാത്രമാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വരുന്നത്. അതിപ്പം എത്രയാണ് വരുന്നത്, 4J ഇൻറ്റു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ടാവും അല്ലേ, 5J ആണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് തന്നിട്ടുള്ളത് അല്ലേ. J5 ഇൻറ്റു I1 മൈനസ് I2, I1 ഇങ്ങോട്ടാണ്, I2 ഇങ്ങോട്ടാണ്. അതുകൊണ്ടാണ് ഇത് J5 ഇൻറ്റു I2 മൈനസ് I2 എന്ന് എഴുതിയത്. ഇവിടെ എന്ത് വരും, മൈനസ് വരും. മൈനസ് ആണോ പ്ലസ് ആണോന്ന് പറഞ്ഞില്ല അല്ലേ. ഇതിൽ കറണ്ട് വരെ ഇങ്ങനെയാണ്, അപ്പോൾ ലീവ് ചെയ്യുന്നിടത്താണ് ഡോട്ടുള്ളത്. ഇതിലും കറണ്ട് ലീവ് ചെയ്യുന്നിടത്തല്ലേ, കറണ്ട് ലീവ് ചെയ്യുന്നിടത്താണ് കറണ്ട് ഉള്ളത്. അപ്പോൾ രണ്ടിലും ലീവ് ചെയ്യുന്നിടത്ത് തന്നെയാണ് കറണ്ട് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരേ പൊളാരിറ്റി മാർക്ക് ചെയ്തു. സെവൻ ഓം അതുപോലെ 8J അതുപോലെ തന്നെ ഇവിടെ മൈനസ് പ്ലസ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി KVL 3 KVLs അപ്ലൈ ചെയ്തു. KVL അപ്ലൈ ചെയ്തിട്ട് മാട്രിക്സ് ഫോമിൽ എഴുതിയിട്ട് കഴിഞ്ഞാൽ ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് I3 കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിലൊരു വ്യത്യാസമുണ്ട്, ഞാൻ പറഞ്ഞതിൽ വിട്ടുപോയതാണ്. എന്താണ്, കറണ്ട് പൊളാരിറ്റി ഇവിടെ എൻ്റർ ചെയ്യുന്ന, ഇവിടെ ലീവ് ചെയ്യുന്നിടത്താണ് അല്ലേ I3. ബട്ട് ഇവിടെ I2 അല്ല നോക്കേണ്ടത്, I2 മാത്രമല്ല, ഇവിടെ I1 ഇല്ലേ. അപ്പം I1 മൈനസ് I2 അല്ലേ നോക്കേണ്ടത് കറണ്ട്. അപ്പോൾ I1 മൈനസ് I2 നോക്കുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യുന്നിടത്താണ് ഡോട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒന്നിൽ ലീവ് ചെയ്യുന്നിടത്തും രണ്ടാമത്തതിൽ എൻ്റർ ചെയ്യുന്നിടത്തും. അപ്പം പൊളാരിറ്റി മൈനസാണ് അല്ലേ, നെഗറ്റീവാണ്. അതായത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓപ്പോസിങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് സോഴ്സിൽ മൈനസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ ഇതിലുള്ള പ്രോബ്ലംസ് തന്നെയാണ് യൂണിവേഴ്സിറ്റി എക്സാമിനും ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രോബ്ലംസൊക്കെ ഒന്ന് നോക്കാം നിങ്ങൾ. കാരണം നമുക്കിതിൽ കൂടുതൽ പ്രോബ്ലംസ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ. കണ്ടക്റ്റീവ്ലി കപ്പിൾഡ് ഇക്വലൻറ്റ് സർക്യൂട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് ദയവേത് നിങ്ങൾ എന്ത് ചെയ്യാം, കുറച്ചുകൂടി പ്രോബ്ലംസ് നോക്കിയിട്ട് പോവാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.